ജേണൽ എഴുതി തുടങ്ങിയോ? നിങ്ങളുടേതായ രീതിയിൽ ആരെങ്കിലും എഴുതി തുടങ്ങിയോ ജേണൽ? ആരുല്ലേ? എഴുതിയില്ലേ ജേണൽ? ഉണ്ടല്ലേ. എന്ത് തോന്നുന്നുണ്ടോ അഖിൽ എഴുതി തുടങ്ങിയതിന് ശേഷം, ജേണൽ എഴുതി തുടങ്ങിയതിന് ശേഷം ഒരു ബോറം പരിപാടിയായിട്ട് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ബോറം പരിപാടിയാണ്. കാരണം ചില സമയത്ത് എന്ത് എഴുതണം എന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. എന്ത് വേണമെങ്കിലും എഴുതിക്കോളൂ. നിങ്ങൾക്ക് അതിന് ഒരു ട്രെയിനിങ് തന്നെ തരുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകൾക്ക് അറിയാം, ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ ജേണൽ എഴുതണം എന്നൊക്കെ. നിങ്ങൾ എഴുതിക്കോളൂ. ഇപ്പോ നിങ്ങളാ എഴുതുന്നത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ ഭയങ്കര ഇഷ്യൂ ആണ് നമുക്ക് ചെയ്യാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ജേണൽ എന്ന് പറയുന്നത്. ജേണൽ ഇല്ലാതെ സക്സസ് ആവില്ല. ജേണൽ ഇല്ലാതെ നമ്മൾ സക്സസ് ആവില്ല. എഴുതി വെച്ചോ, ജേണൽ ഇല്ലാതെ സക്സസ് ആവില്ല. ശ്രീത്ത് പറയും. സാർ ജേണലായിട്ടല്ല, നേരത്തെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവുന്നതിന് മുമ്പ്, അതായത് തുടക്കത്തില് ഞാനിങ്ങനെ ഡെയിലി ഉണ്ടാവുന്ന പ്രോഫിറ്റ് എങ്ങനെ തെറ്റുപറ്റി എന്നൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് എഴുതി വെക്കുമായിരുന്നു. ഇപ്പോ അതെടുത്ത് വായിക്കുമ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. അന്ന് എനിക്ക് പറ്റിയല്ലോ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, അപ്പൊ ഇനിയും പറ്റും, അക്കൗണ്ട് ഫില്ല് ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നല്ലൊരു വിശ്വാസം ഇപ്പൊ ഉണ്ട്. അന്ന് ചെറുതായിട്ട് നോട്ട് ചെയ്ത് ഇട്ടത് കൊണ്ട് ഡെയിലി ഡേറ്റ് ബേസിൽ കണ്ടിന്യൂ ചെയ്തു പോവാം. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ജേണല്, ഇന്നത്തെ കോട്ട് ഉണ്ടായിരുന്നു. ഇപ്പം അതുപോലെ തന്നെ നമ്മുടെ അനാലിസിസിലേക്ക് പോവാം. അനാലിസിസിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് ഗോൾഡിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അനാലിസിസ് കണ്ട ആളുകളൊക്കെ ഒന്ന് കൈബന്ധിച്ച് 50 മിനിറ്റ്സിലോട്ട് പോട്ടെ. ഞാനോട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നത്. ഓക്കെ, 5-6 പേരെ കാണുന്നുള്ളൂ. ഓക്കെ, പറയൂ. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അനാലിസിസിൽ? ഗോൾഡിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഗോൾഡിൽ? ഇത് സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇതിൽ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. മറ്റൊരു കാര്യം, ഇതിന്റെ മുകളില് ഗോൾഡിലാണോ? എനിക്ക് ചെറിയ സംശയമുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. കാരണം 3 ചാർട്ട് അനാലിസിസ് ഗോൾഡിലാണോ അതോ ഇതിലാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇതിന്റെ മുകളിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഗോൾഡിൽ തന്നെയാണോ പറഞ്ഞത് അതോ ഓയിലാണോ പറഞ്ഞത്? എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഗോൾഡിന്റെ താഴെ നിന്നാണ് സാറ് പറയുന്നത് ഇംബാലൻസ് ഇവിടെ നിന്ന് ഈ ഏരിയ ഒരു വലിയൊരു എൻട്രി ഇട്ടത്. അതെ, ഓക്കെ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഇത് ആക്ച്വലി ഗോൾഡിൽ ഞാൻ ഇവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഗോൾഡിലെ നിൽക്കട്ടെ. ഇനി അടുത്തത്, ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് US ഓയിലിലേക്ക്. US ഓയിലിൽ ഈ ഒരു ഏരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇവിടേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു ബൈ എൻട്രി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ചാർട്ടിൽ പറഞ്ഞിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഏരിയ ഇവിടേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ വെച്ചതാണോ എനിക്ക് സംശയം. അതിനുശേഷം മോഡിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, അത് സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴെയാണ് വെച്ച് എനിക്ക് ഓർമ്മയില്ല, അത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് നോക്കിയിട്ടുണ്ടായില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ബൈ എൻട്രി കിട്ടുകയാണെങ്കിൽ പറഞ്ഞ ഏരിയ ഇതായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും? ഒരു പോയിന്റ് വരെ എടുക്കാന്ന് പറഞ്ഞു. ഈ ഒരു പോയിന്റ് വരെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇതാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതാണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നു പറഞ്ഞെന്ന് തോന്നുന്നുണ്ട് അല്ലേ? എനിക്കൊരു സംശയമുണ്ട്, അതുകൊണ്ട് പക്ഷെ അവിടുന്ന് ഒരു സെല്ല് സാറ് പറഞ്ഞു, ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ ഇതും അവിടെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോ അടുത്തതിലേക്ക് പോവാണ്, BTCയിലേക്ക് പോവാണ്. ഇത് വരുന്നത് ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ട് BTCയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ റിസ്ക് എൻട്രി ഉണ്ട് എന്ന് സാറ് പറഞ്ഞു. റിസ്ക് എൻട്രി ഉണ്ട്. അതും ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതും ഇവിടേക്ക് വരെ വരികയാണെങ്കിൽ ചെറിയ സാധ്യത. ഞാനിതിന്റെ ആക്യുറസിയോ മറ്റു കാര്യങ്ങളോ അല്ല നമ്മൾ പതിവായിട്ട് മുൻപൊക്കെ ചോദിക്കുന്ന പോലെ, മുന്നൊക്കെ പറയുന്ന പോലെ ആക്യുറസി ഒന്നുമല്ല ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ, അതായത് ഞാൻ ചെയ്യുന്ന ഒരു ഇതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾ, അതായത് ഞാൻ ചെയ്യുന്ന പ്രീ മാർക്കറ്റ് അനാലിസിസിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചൊക്കെ എങ്ങനെയാണ് അനാലിസിസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടോ? ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എനിക്കറിയില്ല. ആരെങ്കിലും ചെയ്തു തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കിട്ടിയിട്ടുണ്ട് സാറ്. കാരണം സാറൊന്ന് ആബ്സെന്റ് ആയ സമയത്ത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമ്മളത് കുറച്ച്
പറ്റാവുന്ന വിധത്തിലൊക്കെ സപ്പോർട്ട് റെസിസ്റ്റന്റ് ഒക്കെ മാർക്ക് ചെയ്യലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അഖിലൊക്കെ പുതിയ ആളാണ്. പഴയ ആളുകൾ ഇവിടെ ആക്ച്വലി ഇനിയുണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനാലിസിസുകൾ എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. അനാലിസിസുകൾ എല്ലായ്പ്പോഴും ശരിയാവണമെന്നില്ല. അനാലിസിസിൽ തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒന്ന് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യാൻ കഴിഞ്ഞാൽ, നിങ്ങൾക്കായാലും എനിക്കായാലും ആർക്കായാലും അനാലിസിസ് ചെയ്യാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ ട്രേഡിങ്ങിന്റെ ക്വാളിറ്റി എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ആവും. ക്വാളിറ്റി ഇമ്പ്രൂവ് ആവും. ഇവിടെ നിന്നൊരു ഒരു റിസ്ക് എൻട്രി ഉണ്ട് എന്ന് പറയാനുള്ള ഒരു കാരണം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഇംബാലൻസ് ആയിരുന്നു. മാത്രമല്ല കുറേ കിടക്കുന്ന ഒരു കൺസോൾട്ടേഷൻ കിടക്കുന്നതായിരുന്നു. ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ട പോലെ US ഓയിലിൽ കണ്ട പോലെ ഒരുപക്ഷെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും ഒരു നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടിനും ഇവിടെ സാധ്യത ഉള്ളതുകൊണ്ടാണ് റിസ്ക് എൻട്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളിത് പതിയെ പതിയെ നിങ്ങൾ തന്നെ ഒരു പറഞ്ഞല്ലോ, ഫോക്കസ് ചെയ്ത് അനാലിസിസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഏറെക്കുറെ മാർക്കറ്റിലെ എൻട്രികൾ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ഇത്രയും കാലം അനാലിസിസ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് എങ്ങനെ കണ്ടു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇനി മുതൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അനാലിസിസ് വീഡിയോസിന് നിങ്ങൾ തന്നെ ഒരു പഠനം നടത്താൻ ശ്രമിക്കുക. നിങ്ങൾ എന്തായാലും വരച്ചിടുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞു എന്നും, എന്തുകൊണ്ടാണ് അവിടുന്ന് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് താഴോട്ടേക്ക് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടം വരെ എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞില്ല, സ്ക്രീൻഷോട്ട് എടുത്തോ മറ്റോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നേരത്തെ ഞാൻ ഷമീറിനോട് പറഞ്ഞ പോലെ തന്നെ വിത്തിൻ 1 മന്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് അനാലിസിസ് ചെയ്യാൻ നന്നായിട്ട് പിടുത്തം കിട്ടും, നന്നായിട്ട് മനസ്സിലാവും. ആർക്കെങ്കിലും സംശയമുണ്ടോ കാര്യത്തില്? സംശയമുണ്ടോ? ഇതില് ഞാൻ ചെയ്യുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട്. കാരണം ഞാൻ ചെയ്യുന്നത് പ്യുവർലി പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത് പ്രൈസ് ആക്ഷൻ നോളജ് ഉള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതിനെ ഫോളോ ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കാനാണ് ഞാൻ പറയുന്നത്. നോട്ട് ചെയ്തിട്ട് വെറുതെ ക്ലിയർ ഓഫ് ചെയ്യാനല്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞാലോ ക്ലിയർ ഓഫ് ചെയ്യാനല്ല. അതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് റിവേഴ്സിൽ വരാനും അല്ലെങ്കിൽ ഇത് സംഭവിക്കാനും അല്ലെങ്കിൽ ഡെയിലി ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു കാര്യം കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പലരും കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിൽ എപ്പോഴും ചരിത്രമാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രം എന്ന് വെച്ചാൽ ഹിസ്റ്ററിയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിലെ പാറ്റേണുകളെല്ലാം ഒരുവിധം എല്ലാം സെയിം ആണ്. മാർക്കറ്റിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ, കൃത്യം ദിവസങ്ങളൊന്നും നമുക്ക് പറയാൻ കഴിയില്ല, കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ക്രിയേറ്റ് ചെയ്ത പാറ്റേൺ ആയിരിക്കും ചിലപ്പോൾ ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനിങ്ങനെ പുറകിലോട്ട് പോകുമ്പോൾ, അതിനാണ് ബാക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യാന്ന് പറയുന്നത്. പുറകിലോട്ട് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഓരോ പാറ്റേൺ നോക്കി, അല്ലെങ്കിൽ ഓരോ എൻട്രി പോയിന്റുകൾ, ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ എൻട്രി പോയിന്റ് ആയിരിക്കും നിങ്ങൾ നോക്കുക. അങ്ങനെ പതുക്കെ അങ്ങനെ നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാർക്കറ്റിൽ റിപ്പീറ്റേഷൻ ആണ് കൂടുതൽ സംഭവിക്കുന്നത്. റിപ്പീറ്റേഷൻ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മാർക്കറ്റ് എന്തായിരിക്കും? പ്രഡിക്റ്റബിൾ ആയിരിക്കും. പ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിലുള്ള പ്രഡിക്റ്റബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും റിപ്പീറ്റേഷൻ എല്ലാത്തിനും കൊണ്ട് എളുപ്പം എളുപ്പമാണ്. പക്ഷെ അത് അനാലിസിസ് ചെയ്യുന്ന ആൾക്കാണ് എളുപ്പം. അല്ലാതെ വെറുതെ ഓടി ചാടി വന്നിട്ട് ട്രേഡ് എടുക്കുന്ന ആളുകൾക്കല്ല. ഇപ്പൊ അനാലിസിസിന്റെ പ്രീ മാർക്കറ്റ് അനാലിസിസ് അതല്ലെങ്കിൽ മാർക്കറ്റിൽ ഇരിക്കുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ട്രേഡ് എടുക്കാൻ പോകുന്നതിനേക്കാൾ മുന്നേ, അത് എന്ത് ട്രേഡ് തന്നെ ആയിക്കോട്ടെ, നമ്മൾ സ്ട്രാറ്റജി ബേസ് ആണോ അല്ലെങ്കിൽ മറ്റെന്ത് ബേസ് ആണോ നിങ്ങൾ എടുക്കാൻ പോകുന്നതിനേക്കാൾ മുന്നേ ഒരു ടൈം ഫ്രെയിം നിങ്ങൾ ഫിക്സ് ചെയ്യും. നിങ്ങളൊരു ടൈം ഫ്രെയിം ഫിക്സ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന പോലെ ഡയലൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങളൊരു ടൈം ഫ്രെയിം ഫിക്സ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ ഒരു നിങ്ങളുടെ ക്യാപിറ്റലിൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈം ഫ്രെയിം ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ ടൈം ഫ്രെയിമിൽ നിങ്ങൾ പതിയെ അനാലിസിസ് തുടങ്ങാം. ഇപ്പോഴല്ല, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന അനാലിസിസിനെ വീക്ഷിച്ചിട്ട് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് 1-2 ആഴ്ച കഴിഞ്ഞ്, മിനിമം 2 ആഴ്ച നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടേതായ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മനസ്സിലായോ? ആർക്കൊക്കെ കഴിയും? പറ്റൂ? ഒന്ന് കൈവന്നിക്കാൻ പറ്റുമോ? ആർക്കൊക്കെ അത് പറ്റും എന്നുള്ളത് ഞാൻ എല്ലാവരും ഡൗൺ ചെയ്തു. നസീറ, ഫർഹാൻ, ഫഹീം, ഹമീദ്, ഷബീൽ. കാരണം സീരിയസ് ആയിട്ട് കാണുന്നത്, ഞാൻ വളരെ സീരിയസ് ആയിട്ട് കാണാൻ തന്നെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്ന 6 പോയിന്റ് ഒരു ഗെയിം ചേഞ്ചറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗെയിം ചേഞ്ചറിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണത്. കാരണം നിങ്ങൾ 6 പോയിന്റ് കിട്ടണമെങ്കിൽ മാർക്കറ്റിനെ അനാലിസിസ് ചെയ്ത് തുടങ്ങും. പതിയെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോന്ന് മനസ്സിലാവും.
എവിടെയാണ് സക്സസ് ആവുന്നത്, എവിടെയാണ് ഫെയിലിയർ ആവുന്നത് എന്നുള്ള മനസ്സിലാവും. പതിയെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷെ ആ മനസ്സിലാവല് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്തോ തറവും മൈൻഡിൽ തറവായി കിടക്കും. തറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് കിടക്കും അവിടെ കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പൊ കുറച്ച് ഇതിൽ സക്സസ് ആയിട്ടുണ്ട്, കുറച്ച് ഫെയിലിയർ ആയിട്ടുണ്ട് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എനിവേ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാനിപ്പോൾ ഇന്നത്തെ അനാലിസിസിനെ കുറിച്ചിട്ട് പറയുന്നത് അതാണ്. അപ്പൊ നാളെ മുതൽ നിങ്ങൾ വെരി നെക്സ്റ്റ് ഡേ മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യണം വെച്ചാൽ ആദ്യം ഒബ്സർവ് ചെയ്യാം. ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നെ പ്രീ മാർക്കറ്റ് അനാലിസിസ് നിങ്ങളുടേതായ രീതിയിൽ ട്രൈ ചെയ്യാം. ക്ലിയർ ആയാലോ? ഒരു എൻട്രി എടുക്കാൻ പോകുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ ഓരോ എൻട്രി എടുക്കാൻ പോകുന്നതിനേക്കാൾ മുന്നേ ചെയ്യുന്നതാണെങ്കിലും ബെറ്റർ ആയിരിക്കും. ക്ലിയർ ഓഫ് ആദ്യത്തെ എൻട്രി കഴിഞ്ഞ് അനാലിസിസ് ഒക്കെ കഴിഞ്ഞു. അനാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു എൻട്രി വരുന്നതിന് സമയത്ത് നിങ്ങൾ ടൈം ഫ്രെയിം ഫിക്സ് ചെയ്യാം, വീണ്ടും ഒന്ന് അനാലിസിസ് ചെയ്യാം. അങ്ങനെ ചെയ്യാം. അല്ലാതെ ഒറ്റ ടൈം ഫ്രെയിമിൽ ചെയ്യാതിരിക്കുക. ഒറ്റ ടൈം ഫ്രെയിം എന്നല്ല, ഒറ്റ ചാർട്ടിൽ ഇങ്ങനെ മാറി വരച്ച് ഇങ്ങനെ ചെയ്യാതിരിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാർട്ടിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോ ഇതാണ് അനാലിസിസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇന്നെടുത്ത ട്രേഡുകളെ കുറിച്ചിട്ട് സംസാരിക്കാം അല്ലേ. നമുക്ക് ആദ്യം ഗോൾഡും വീണോ? ന്യൂസ് ആയിരുന്നല്ലോ അല്ലേ. ഞാൻ ശ്രദ്ധിച്ചില്ല. ന്യൂസ് നോക്കിയിരുന്നു ആരെങ്കിലും? ന്യൂസിന് എന്ത് സംഭവിച്ചു? ഭയങ്കര വീഴ്ചയല്ലേ ഗോൾഡ്? കാണുന്നുണ്ട്, ഫുൾ താഴോട്ടേക്കാണ്. നല്ലൊരു വിഷയമല്ല ഗോൾഡ്. ഇനിയിപ്പോ റിവേഴ്സൽ could be 1 2 3 50 മിനിറ്റ്സ് ക്ലോസ് ചെയ്യുക. ഇതെന്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ വരുന്ന ഞാൻ പറഞ്ഞ അനാലിസിസ് ചെയ്യുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. കണ്ടില്ലേ എന്ത് സംഭവിച്ചു? എന്താണ് നമുക്ക് ഇവിടെ കിട്ടി? ഇംബാലൻസ് കിട്ടി അല്ലേ. ഇംബാലൻസ് പ്ലസ് ഒരു ഷിഫ്റ്റ് ചേഞ്ച് കിട്ടിയതാണ് അല്ലേ. കണ്ടോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കണ്ടോ? നിങ്ങളിപ്പോൾ ഒരു 1 മിനിറ്റിലോ 3 മിനിറ്റ്സിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. നോക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് ബ്രേക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. നല്ലൊരു സെൽ എൻട്രി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നല്ലൊരു സെല്ലുണ്ട്. ഞാനിത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഇതിനെ ബ്രേക്ക് ചെയ്ത് പോവോ എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസിൻ്റെ ഇടയിൽ വീണത്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അതിൻ്റെ താഴെ വരികയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഈ ഏരിയയുടെ താഴെ വരികയാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. പക്ഷെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാം? ഓക്കെ, ട്രയൽ സാപ്സിൽ നിന്ന് തുടങ്ങാം. അഖിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടോ നമുക്ക് മനസ്സിലാക്കുന്നതിൽ? കാരണം ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും സംഭവിക്കുന്നുണ്ട് തോന്നുന്നു. ഇവിടെ എന്തായിരുന്നു സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം അഖിൽ? എന്തായിരിക്കാം? അത് ഞാൻ ഇപ്പൊ എടുത്തൊരു ട്രേഡ് ആയിരുന്നു. ഒരു സത്യം പറഞ്ഞാൽ അത് അനാലിസിസ് ചെയ്യാൻ സമയം അതിനിടയ്ക്ക് ക്ലാസ് തുടങ്ങിയോണ്ട് ഞാൻ നോക്കിയിട്ടില്ല. 73,352 എന്നാണ് ഇപ്പൊ കയറി പോയിരിക്കുന്നത്. ഏതാണ്? നമ്മുടെ ഓയിൽ കയറി പോയിരിക്കുന്നത് അല്ലെ. അതിലിങ്ങനെ ഫെയിലിയർ വരുമ്പോ മൈൻഡ് സെറ്റ് എങ്ങനെയുണ്ട് അതാണ് എനിക്ക് അറിയേണ്ടത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ 7 6 കൈവിട്ട് പോയിട്ടില്ല. ഇന്നലെ 7 6 കണ്ട് നമ്മൾ കണ്ടു. 73 ഇതിലങ്ങനെയാണ് വന്നിരിക്കുന്നത് അല്ലേ. 73 ഇതിലും കണ്ടല്ലേ. അതെ ഇത് തന്നെ ഇപ്പൊ സംഭവിച്ചത്. അതൊരു റെസിസ്റ്റൻസ് ഏരിയ ആയതുകൊണ്ടാണ് ഞാനത് സെല്ലിലേക്ക് പോയത്. പക്ഷേ ഇതില് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഞാനിത് 5 മിനിറ്റിന്റെ ഉണ്ടോ നോക്കിയാൽ കാണാം. 5 മിനിറ്റിന്റെ ചാർട്ടാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുക്കുന്നതിനേക്കാൾ മുന്നേ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ MSS നോക്കണം. MSS കിട്ടിയിട്ടുണ്ട് ഇല്ലേ. ആൻഡ് നെക്സ്റ്റ് എന്താണ്? BOSS നോക്കണം. ഇത് ഞാൻ വരച്ചു വെക്കുകയാണ് കേട്ടോ. BOSS നോക്കുക. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് അടുത്തൊരു BOS എന്ന് പറയുന്നത്. BOS നെക്സ്റ്റ് ഇതിങ്ങനെ വരച്ചു പോകുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് അടുത്തൊരു സുപ്രധാനമായിട്ടുള്ള ഏരിയ നോക്കണം. ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ് കിടക്കുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞത് 1 1 2 3 എന്നുള്ള രീതി ഉണ്ടായിരുന്നു അല്ലേ. 1 2 3 അല്ലേ, ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർത്തോ? ഞാൻ ഇന്നലെ ഇങ്ങനെ ഈ ഒരു ഏരിയനെ കുറിച്ച് പറഞ്ഞിരുന്നു. റീടെസ്റ്റ് പറഞ്ഞ ഷമീറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3ാമത്തെ തവണയാണ് ഇവിടെ വന്നത് അല്ലേ.
അതെ. സ്വാഭാവികമായും ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഇല്ലേ? ഉണ്ട്. ഉണ്ടല്ലോ? ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഉണ്ട്. മൂന്നാമത് വരുന്നത്. നിങ്ങളുടെ നെക്സ്റ്റ് സപ്പോർട്ട് ഏതാണ്? ഇതാണ് നെക്സ്റ്റ് സപ്പോർട്ട്. അല്ലേ? ഞാൻ 5 മിനിറ്റ്സിന്റെ അനാലിസിസിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ എങ്ങനെ അനാലിസിസ് ചെയ്യണം എന്നുള്ള കാര്യം. നെക്സ്റ്റ് സപ്പോർട്ട് ഇതാണ്. 5 മിനിറ്റ്സിന്റെ സപ്പോർട്ട് ഇതാണ്. ഇതിന്റെ താഴെ എന്തുണ്ട്? ഇംബാലൻസുകളുണ്ട്. ഇല്ലേ? ഉണ്ട്. ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഇറങ്ങിയാൽ പോലും ഒരുപക്ഷെ ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇറങ്ങിയാൽ പോലും ഈ ഇംബാലൻസിനെ റെസ്പെക്ട് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനാണ് കൂടുതൽ സാധ്യത. മനസ്സിലായോ? ഇത് എത്ര മിനിറ്റിൽ എടുത്തു എന്നുള്ളത് മനസ്സിലായി. എനിക്കറിയില്ല. ദീപം നോക്കി 1 മിനിറ്റിലാണ് എടുത്തത്. നോക്കിയാൽ എന്താണ് അതിനെ റെസ്പെക്ട് ചെയ്ത് മുകളിലേക്ക് പോയി വീണ്ടും താഴേക്ക് തന്നെ ഇതായിരിക്കും തോന്നുന്നുണ്ട് അല്ലേ? ഇതാ സംഭവിച്ചത്. അതെ അത് അതെ ഇത് അതെ. അതാണ് അതാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇതൊന്നുമില്ല. കാരണം എന്താണ് കറക്റ്റ് അവിടുന്ന് റെസിസ്റ്റൻസ് ഉണ്ട്. തേർഡ് റെസിസ്റ്റൻസ് ആണ്. ഞാൻ ആക്ച്വലി ഇതാണ് സംഭവിച്ചതെന്ന് വിചാരിച്ചു. അല്ല ഞാനത് ഇത് ട്രേഡ് ഇതല്ല എടുത്തത്. അല്ല അല്ല ട്രേഡ് ഇതാ എടുത്തത് അല്ലേ? സെയിലാണ്. ഇതല്ല അതെ അതെ ഇതല്ല കറക്റ്റ്. എടുത്തത്. അതാണ് എടുത്തത്. സക്സസ് ആയോ? എന്നിട്ട് ഫെയിൽ ചെയ്തിട്ട് സക്സസ് ആയോ അത്? ഇല്ല, പിന്നെ അത് മുകളിലേക്ക് തന്നെ ഒറ്റയടി പോക്കുപോയി. ഓക്കെ. ഇതിന്റെ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് ഇംബാലൻസിൽ നിന്ന് കയറിപ്പോയതാണത്. ഇംബാലൻസ് ആണല്ലേ? നോക്കുക, ഇംബാലൻസിൽ നിന്ന് കയറിപ്പോയതാണ്. കണ്ടോ? ഓക്കെ ഓക്കെ. കേട്ടോ, ബാലൻസിൽ നിന്ന് കയറിപ്പോയതാണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ബാലൻസിൽ നിന്ന് കയറിപ്പോയതാണ് അത്. ചെറിയ ഇംബാലൻസ് ആയിരിക്കും. ബാലൻസിൽ നിന്ന് കയറിപ്പോയതാണ്. നോക്കിയാൽ കാണാം, ബാലൻസിൽ നിന്ന് കയറിപ്പോയതാണ്. ക്ലിയർ ആയോ? വേണമെങ്കിൽ 50 മിനിറ്റ്സിലോട്ട് നോക്കുകയാണെങ്കിൽ വേറെ ഇനിയിപ്പോൾ വേറെ വല്ലതും ഇത് കണ്ട ഈ ഒരു ക്യാൻഡിൽ ഇറങ്ങി വരാനുള്ള കാരണം എന്താ വെച്ചാൽ 50 മിനിറ്റ്സിൽ അടുത്തൊരു ഇംബാലൻസ് എടുക്കുന്നുണ്ടായിരുന്നു അവിടെ. കണ്ടോ? കണ്ടു. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെയുള്ള സുപ്രധാന ഏരിയകൾ ഇംബാലൻസുമായിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട് മാർക്കറ്റിന്. ഇപ്പം അടുത്തിറങ്ങി വരുന്നത് നോക്കിയാൽ കാണാം, ഒരു ഇംബാലൻസിലേക്കാണ് മാർക്കറ്റ് ഇറങ്ങി വരുന്നത്. എനിവേ അതോടെ നിൽക്കട്ടെ. അതിന്റെ ഫെയിലിയർ മനസ്സിലായി ഇപ്പോൾ എന്താണെന്നുള്ളത്? മനസ്സിലായില്ലേ? ഓക്കെ. പിന്നെ അതെന്താണ്? അതൊരു കൗണ്ടർ ട്രെൻഡും കൂടി ആയിരുന്നു. കൗണ്ടർ ട്രെൻഡ് ആണെങ്കിൽ എന്താണ് പറഞ്ഞ കാര്യങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ലേ? കൗണ്ടർ ട്രെൻഡിൽ 50% സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഓർക്കുന്നുണ്ടോ? അതെ, മനസ്സിലായത്? അതിലൊരു ചെറിയ കൺഫ്യൂഷൻ ഇപ്പോഴുണ്ട്. ഞാൻ ഓക്കെ, അതവിടെ നിൽക്കട്ടെ. കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അടുത്ത ട്രേഡ് ആയിരുന്നാന്നുള്ളത് ഫർഹാൻ ടി പി കാണിക്കുന്നുണ്ട്. ഫർഹാൻ തന്നെ എടുക്കുന്നതാണോ? എനിക്ക് സംശയമുണ്ടത്. ഫർഹാൻ തന്നെ എടുക്കുന്നതാണോ? ഞാൻ തന്നെ എടുക്കണ്ട. പിന്നെ കൂട്ടുകാരനെ ഏൽപ്പിച്ച് കൂട്ടുകാരെ എടുക്കണമെന്നൊക്കെ പറയണ എന്താണ്? അവന്റെ ഐഡി വെച്ചാണ് അക്കൗണ്ട് തുടങ്ങിയത്. എന്താ സ്വന്തം ഐഡി എന്താ പറ്റും? 18 ആയിട്ടുള്ളേന്. പിന്നെ ലൈസൻസ് അങ്ങനെ പ്രൂഫ് ഒന്നും കാര്യമായിട്ടില്ല. 18 വയസ്സായിട്ടുള്ളൂ? 18 ഇപ്പൊ. അടിപൊളി. ഓടൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇതാരാ ചെയ്തിരിക്കുന്നത്? സോറി, ഗോൾഡ് പിന്നെ വീണല്ലോ. നോക്കട്ടെ. ഗോൾഡ് നല്ല വിഷയം വേണോ? ഏരിയ ന്യൂസിന്റെ വീഴ്ചയാണെങ്കിൽ കണ്ടിന്യൂഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നല്ലൊരു ഏരിയ ആണത്. പോസിറ്റീവ് ഡോളറിന് പോസിറ്റീവ് കണ്ടില്ലേ? ഇത് നല്ലൊരു ഏരിയ എന്നാണ് ഇപ്പോൾ മാർക്കറ്റ് വന്നിരിക്കുന്നത്. കണ്ടോ? നല്ലൊരു ഏരിയ എന്നാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞ ഏരിയയില് ഇന്നലെ ഇതിൽ പറഞ്ഞല്ലേ, നമ്മൾ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഒരു ഏരിയനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇല്ലേ? ഇന്നലത്തെ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. ഇല്ലേ? ഇന്നലെ പറഞ്ഞിട്ടില്ലേ? ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. ഓർക്കുന്നുണ്ടോ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോ ഗോൾഡ് ഇതുവരെ ക്ലോസ് ചെയ്യട്ടെ കേട്ടോ. അല്ലാണ്ട് നമ്മൾ ചാടി കയറി എടുക്കണ്ട. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും വലിയ വീഴ്ച വന്നിട്ട് ചിലപ്പോൾ അടിച്ച് കയറി മുകളിലേക്ക് കയറിപ്പോ. ക്ലോസ് ചെയ്യട്ടോ. ക്ലോസ് ചെയ്ത് കഴിഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, റീടെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ഇതാരെടുത്തത്? ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് ആരെടുത്തത്? ഷഫീഖ് പറയും. ഷഫീഖ് എന്താണ് ഷഫീഖ് അതിന്റെ പ്രശ്നം? റെസിസ്റ്റൻസ് ആയിരിക്കൂലേ? അതിനോട് ചോദിക്കുക. ആയിരിക്കൂലേ? ഇത് ഏതാണ്? ഗോൾഡാ? ഓയില്
നമുക്ക് നോക്കാം. ഇവിടുന്നാണ് 73.021. ഓക്കെ, ഇതിപ്പോ പറഞ്ഞത് തന്നെ ഉണ്ട് ഇതില് അല്ലേ? ഇതല്ലേ ട്രേഡ് അല്ലേ? ഇവിടെ എവിടെയാണെന്ന് എടുത്തത് അല്ലേ? ഒരു 9:30 ആ ടൈമിൽ 9:30 ടൈമിലാ? 9:10 മണി. യെസ് ഓയിൽ 9:10 മണി ടൈമിലേക്ക് ആ ട്രേഡ് ഉണ്ടോ? അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടാവും. 9:30 അവിടുത്തെ ടൈം. എവിടെ ഇപ്പൊ നാട്ടില്? ഇതാണ് അതെ, ഇവിടെയാണ്. ഇതാണ് ഈ ട്രേഡ്. ഇതാണ് റെസിസ്റ്റൻസ്. ഇത് എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈ ഒരു ട്രേഡ് അല്ലേ? അതെ അതെ. ഈ ട്രേഡിൽ ഇതാണ്, ഈ ലെഗാണ് അടിച്ചിരിക്കുന്നത് അല്ലെ? ഈ ലെഗാണ് അടിച്ചിരിക്കുന്നത്. ആണോ? അതല്ലേ? അത് 1, 2, 3. അതെ, ഇതുകൂടെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് കയറിപ്പോയത്. നല്ലോണം താഴോട്ടേക്ക് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെഗ് തന്നെ ആയിരിക്കണം എന്ന് എൻ്റെ ഓർമ്മ. ശരിയാണെങ്കിൽ അതന്നെ. ആയിരിക്കണം. അല്ലെങ്കിൽ നോക്കട്ടെ, ഇതായിരിക്കണം. 1 2 3 4 ഇതായിരിക്കണം. അതാണ് ഈ പ്രശ്നം. 73. അതാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാത്തതിന്റെ പ്രശ്നം. 73.021 മുകളിലുള്ളത് ഈ ഒരു ഏരിയയിൽ സംവേറെ ഇവിടെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം താഴത്തുനിന്നല്ല വരച്ചത്. 1 2 3 4 ഈ ഒരു ഇത് വന്നിട്ട് 1 2 3 4 ഇതിലെവിടെയാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ? ഇതിലെവിടെയാണ് 1 2 3 4 ഇതിലെവിടെയാണ്? ഇതിലാണെങ്കിലും പക്ഷെ ടാർഗറ്റ് വന്നിട്ടൊക്കെയാണല്ലോ വരുന്നത്. ഇത് കൃത്യമായിട്ട് വരയ്ക്കണം. ശരി, കാരണം കാണണം. ഇതിൽ ആണെങ്കിൽ ഇതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എവിടെയാണെങ്കിലും ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഒന്ന് ഇംബാലൻസ് ഉണ്ട് ഇല്ലേ? കണ്ടില്ലേ? ഒന്ന് ഇംബാലൻസ് ഉണ്ട്. 2 ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഒന്നാമത്തെ പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് കണ്ടോ? അല്ലെങ്കിൽ മൂന്നാമത്തെ ഇത് എടുക്കാം. എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതലാണ് ആ ഏരിയയിലേക്ക് റീടെസ്റ്റിന് വന്നിരിക്കുന്നത്. ഇതിലേതാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ വരച്ച് ക്ലിയർ ആവാത്തതിന്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതിലെവിടെയോ ഇതിലാണ്. എന്ത് തന്നെയായാലും വീണത് ഇവിടുന്നാണ്. അതെനിക്കറിയാം. ഇതിൽ ഈ പോയിന്റാണ് ആണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഇങ്ങനെയാവാം. ഇങ്ങനെയായിരിക്കും ആവാം. പക്ഷെ ചെറിയ ടൈം ഫ്രെയിമിലായിരിക്കും. അല്ല, ചെറിയ ടൈം ഫ്രെയിമിൽ പോകാണ്ടിരിക്കുന്നതാണ് ഞാൻ. ഓക്കെ, എനിവേ റീസൺ മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ കുറച്ചും കൂടി മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ചാർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അനാലിസിസ് ചെയ്ത് പഠിക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി റെസിസ്റ്റൻസിന്റെ കുറച്ച് താഴെയാണ് ടാർഗറ്റ് വെച്ചതും. വെച്ചത്. പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഏത് ഏരിയ എന്നുള്ളതൊക്കെയാണ് എനിക്ക് കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടുള്ളതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു മൂവ്മെന്റ്, അതായത് ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് വരികയാണെങ്കിൽ, റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നൊരു ഇമ്പൾസീവ് മൂവ്മെന്റ്, ഇതിനെ പറയും ഇമ്പൾസീവ് മൂവ്മെന്റ് എന്ന് പറയും. ഇത് നോക്കി കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക്. ഒന്നല്ലെങ്കിൽ വലിയ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ കാണാം. ഒന്നല്ലെങ്കിൽ എന്തായിരിക്കും, ഇതൊരു ഇംബാലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ വലിയൊരു ക്യാൻഡിൽ ഉണ്ടായിരിക്കും ഇവിടെ. ഇങ്ങനെ ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് വരികയാണെങ്കിൽ ആ ഒരു ട്രേഡിനെ അവോയ്ഡ് ചെയ്യാം. റെസിസ്റ്റൻസ് സപ്പോർട്ട് എവിടെ തന്നെയാണെങ്കിലും ആ ട്രേഡിനെ അവോയ്ഡ് ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ ആർക്കെങ്കിലും? ഓർക്കുന്നുണ്ടോ? ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആരോട് ഞാൻ പറഞ്ഞത്? ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ ഫൈമിന് അറിയായിരിക്കും, ബാക്കിയുള്ള ആളുകൾക്ക് ചിലപ്പോൾ അറിഞ്ഞു വരില്ല. ഓക്കെ, അപ്പോ ഇനി ആരാ ഉള്ളത്? ആനന്ദ്. പ്രശ്നം എന്താ ആനന്ദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ലിയർ ആവണില്ല. അതെന്താന്ന് 73.412 കയറിപ്പോയത്. നേരത്തെ നമ്മൾ സംസാരിച്ച ട്രേഡ് അല്ല ആനന്ദ്? 73.412 ആരുടെ സംസാരിച്ചത്? വൈകുന്നേരം ഇപ്പൊ ഞാൻ അഖിലിനോട് സംസാരിച്ചു. 73.412 കയറിപ്പോയത്. ഇത് ഏതാ ചാർട്ട്? ഏതാ? 73.412. നമ്മൾ പറഞ്ഞു റെഡിക്ക് ചെയ്ത് ടാർഗറ്റ് ആയിരുന്നു. പക്ഷെ ഞാനത് ട്രെൻഡ് ലൈൻ തേർഡ് ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോ ഇവിടെ എവിടെയോ ആണ് അല്ലേ? ഇവിടെ എവിടെയോ ആണ് സംഭവിച്ചിരിക്കുന്നത് തോന്നുന്നുണ്ട് അല്ലേ? 7:40 കാണിക്കുന്നുണ്ട്. ഇവിടെ എവിടെയോ ആണ് കാണിക്കുന്നത്. അവിടുന്ന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പൊ തട്ടി ഒന്ന് റീടെസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇങ്ങനെ മോട്ട് കയറുന്നത്. ഇത് തന്നെയാണ് അഖിലിനോട് സംസാരിച്ച ട്രേഡ്.
അഖിലിനോട് സംസാരിച്ച ട്രേഡ് ഇവിടെ നിന്നാണ് സംസാരിച്ചത്. ഇപ്പോൾ ഇതിലെന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ താഴോട്ടേക്ക് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഇമ്പൾസീവ് മൂവ്മെന്റ് കണ്ടോ? ഇംബാലൻസ്. ഇത് ഇംബാലൻസ് ഉണ്ട്, പ്ലസ് എന്താണ് ഇമ്പൾസീവ് മൂവ്മെന്റ് കണ്ടോ? അതിന് ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതെ ഇമ്പൾസീവ് മൂവ്മെന്റ് കണ്ടോ? കാരണം ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ത് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സഡൻ മൂവ്മെന്റ് കൊണ്ട് അല്ലെങ്കിൽ സഡൻ ഇതുപോലുള്ള ക്യാൻഡിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സ് ആക്റ്റീവായി എന്നാണ് കാണിക്കുന്നത്. മനസ്സിലായോ? സാർ അത് ടാർഗറ്റ് ആയിരുന്നു. ആയിരുന്നു അല്ലേ? ട്രെൻഡ് ലൈൻ വരച്ചതിന്റെ ഓക്കെ പോയിന്റ് എടുത്ത് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഓക്കെ ഓക്കെ. എന്തായാലും ഞാൻ പറഞ്ഞത് കയറിപ്പോയ ഏരിയനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇംബാലൻസ് എഴുതിയിട്ടുണ്ട്, ഇമ്പൾസീവ് മൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അത് നോക്കുക. ഓ സാർ. ടാർഗറ്റിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ക്ലിയർ ആയോ എന്നുള്ളത് നോക്കുക നിങ്ങൾക്ക്. ക്ലിയർ ആയി. ക്ലിയർ ഉണ്ട്. ഇവിടെ വേറെ ആരാണ്? ജംഷീർ വലിയ ട്രേഡുകളൊക്കെ കാണുന്നുണ്ട്. ജംഷീർ ആഫ്റ്റർ ടി പി ആരാണ്? ഷഹനാസ് കാണുന്നുണ്ട്. ഷെല്ലി വലിയൊരു ട്രേഡ് കിട്ടിയിട്ടില്ല. ഷെല്ലി ആൻഡ് നസീറ അഗെയിൻ നസീറ ഉണ്ടോ അവിടെ? ഞാൻ ഇന്നലെയും പറഞ്ഞു തന്നിട്ട് ഇതേ കാര്യം തന്നെ ചെയ്തോ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടാത്തത്? നസീറ കേൾക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടാത്തത്? ഇത് അപ് ട്രെൻഡിലേക്കുള്ള ട്രേഡാണത്. ഇവിടെ നിങ്ങളൊരു ഇംബാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ക്ലിയർ ആയിട്ട് ഇംബാലൻസ് മാർക്കറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ബിയേഴ്സ് മാറി ഇവിടെ നിന്ന് MSS മോളിക്ക് കിട്ടി. കണ്ടോ? കാണുന്നുണ്ടോ? MSS മോളിക്ക് കിട്ടി. കണ്ടോ? കാണുന്നുണ്ടോ? MSSന്റെ കാണുന്നുണ്ടോ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. അത് പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു 2-3 ക്യാൻഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എനിക്കതൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോ പിന്നെ മേലോട്ട് കാണുമ്പോൾ അങ്ങനെ ഒരു മൈൻഡ് ഒരു പെട്ടെന്ന് അങ്ങനെ ആ ഒരു പ്രോബ്ലം ഉണ്ട് ശരിക്കും. ഞാൻ നേരത്തെ ഈ ഒരു ഇംബാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇംബാലൻസിൽ നിന്നൊരു മാർക്കറ്റ് പോകുമ്പോൾ അത് മിനിമം ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? എന്തായിരിക്കും മിനിമം ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഇതാണെങ്കിൽ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഇതായിരിക്കും അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ഇത് എടുത്തു. ഇനി രണ്ടാമത് വീണ്ടും ഇറങ്ങി വന്നിട്ടുണ്ട് അവിടേക്ക്. ഇന്നലെ ഞാൻ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ ഇവിടെ ഉണ്ട്. എന്താണ് ഇതെന്താ അതിന്റെ 1, 2, 3 തവണയ്ക്ക് എത്തിയവിടെ ആയോ? എന്ന് വെച്ചാൽ ഇവിടെ റീടെസ്റ്റ് ചെയ്തു, ബ്രേക്ക് ചെയ്തു, വീണ്ടും വന്ന് 1, 2 തവണ റീടെസ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ 3-ാമത്തെ തവണയ്ക്ക് അവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് മാർക്കറ്റ് ഓപ്പോസിറ്റ് സഞ്ചരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ക്ലിയർ ആയോ? ആവുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്താ സംഭവിച്ചെന്ന് ആദ്യം ഡൗൺ ട്രെൻഡ് വന്ന ടൈമിൽ 2 ട്രേഡും എന്റെ അടുത്ത് മിസ്സായി. ഞാൻ ആ ടൈമിൽ ആരോ വന്നു ട്രേഡ് എടുക്കാൻ പോകുന്ന പിന്നെ ഞാൻ ഈ ഒരു ഇംബാലൻസ് എന്റെ മൈൻഡിൽ വലിയ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞ ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അടുത്ത ട്രേഡ് അങ്ങ് എടുത്തു. ഓക്കെ, വീണ്ടും ബിഫോർ ആൻഡ് ആഫ്റ്റർ സെലക്ട് കഴിഞ്ഞിട്ട് തന്നെ ഷോർട്ട് ഇട്ടുണ്ട്. ആഫ്റ്റർ TP ആൽവിന്റെ ഒരു TP കണ്ടിട്ടുണ്ട്. ഹമീദ് എന്തിനാണ് അതിന് ബ്രേക്ക് ഈവൺ ഒക്കെ വെച്ചത്? എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. അത്രയും വലിയ മൂവ്മെന്റ് കിട്ടിയിട്ട് എന്തിനാണ് ബ്രേക്ക് ഈവൺ? അത് ഇവിടെ ഞാൻ ഇതേ ട്രേഡിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ഹമീദിനും ബ്രേക്ക് ഈവൺ വന്നത്, അഖിലിനും ബ്രേക്ക് ഈവൺ വന്നു. ആണോ അഖിൽ ആൻഡ് ഹമീദ്? എനിക്ക് ബ്രേക്ക് ഈവനിൽ ഒരു ഡൗട്ട് ഉണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു തന്ന ഏരിയ ഉണ്ട്, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അവിടെ ഇല്ലേ? നിങ്ങളുടെ ടാർഗറ്റ് ഇവിടെ വെക്കാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ടാർഗറ്റ് ഇവിടെ വെക്കാൻ പാടുള്ളൂ. ഇതിന്റെ മുകളിലേക്ക് പോവരുത്. ഇവിടുത്തെ ഇംബാലൻസ് ഓൾറെഡി നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്ത് കിട്ടിയതാണ്. അതായത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇംബാലൻസിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഇപ്പൊ 2-3 ഇംബാലൻസ് ഉണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ട്. അജിതിനുണ്ടോന്ന് എനിക്കറിയില്ല. ആദ്യത്തെ ഇംബാലൻസിനെ എടുത്തിട്ട് മുകളിലേക്ക് പോകും, പ്രധാനപ്പെട്ട ഏരിയയിൽ നിന്ന് വീണ്ടും താഴ്ത്തേക്ക് ഇറങ്ങിയിട്ട് അടുത്ത ഇംബാലൻസ് ആയിട്ട് എടുക്കാൻ വരും മാർക്കറ്റ്. 2-3 ഒരു ലെവലിലുണ്ടെങ്കിൽ മനസ്സിലായോ?
കറക്റ്റ് ഇംബാലൻസിൽ നിന്ന് തന്നെ വന്നു. കാരണം ഇത്രയും മൂവ്മെന്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ടാർഗറ്റ് ഇത്രയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ വെക്കണം നിങ്ങൾ. മാത്രമല്ല എന്താണ്, ഇവിടെ ഒരു കുറച്ച് കൺസോളേഷൻ നടന്നൊരു ഏരിയ കൂടിയാണ്. അപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള എക്സ്പെക്ട് ചെയ്യണം. അത് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, വീണ്ടും മുകളിൽ കയറി പോയല്ലോ, പോയില്ലേ? പോയി. പക്ഷെ ഞാൻ എന്താ വെച്ചാല് ഇവിടെ ഒരു ചെറിയ ഇംബാലൻസ് ഉണ്ടായിരുന്നു. അതിന്റെ താഴെ ഒരു $1 വെച്ച് വെച്ചു ഞാൻ ബ്രേക്ക് ഈവൻ. ബ്രേക്ക് ഈവൻ കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ കോസ്റ്റിലാണ് വെക്കേണ്ടത് അതോ കോസ്റ്റിലാണ് വയ്ക്കുന്നത്. കോസ്റ്റിലാണ് വെക്കേണ്ടത്? കോസ്റ്റ് വെച്ചിരുന്നെങ്കിൽ TP ആയിരുന്നു. TP ആയിരുന്നു. കോസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ TP ആയിരുന്നു. കോസ്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ TP ആവും. ഇവിടെ വന്നിട്ട് കയറിപ്പോയി, ഇതിൽ നിന്ന് കയറിപ്പോയി അല്ലേ? ഇതിന്ന് കയറിപ്പോയി. അതേ ഞാൻ പറഞ്ഞത്, ഒരു ഇംബാലൻസിൽ നിന്ന് മറ്റൊരു ഇംബാലൻസിലേക്ക് വന്നിട്ടുണ്ടോ. ഇവിടെ നോക്കിയാൽ ഇവിടെ എവിടെയെങ്കിലും ഇംബാലൻസ് ഉണ്ടോ? ഇവിടെ നിന്നിട്ട് ഒരു പ്രധാനപ്പെട്ട ഇംബാലൻസിലേക്ക് കണ്ടോ, മാർക്കറ്റ് ഇറങ്ങിയത് കണ്ടോ? ഇവിടെ നിന്ന് പ്രധാനപ്പെട്ട ഇംബാലൻസിലേക്ക് ഇറങ്ങിയത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ, ഇവിടെ ഒരു ഇംബാലൻസിലേക്ക് ഇറങ്ങി മാർക്കറ്റ്. ഇവിടെ കയറിയിട്ട് ഇവിടേക്ക് ഇറങ്ങി. കാരണം ഇംബാലൻസുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ഉണ്ട് ആക്ച്വലി. പക്ഷെ ചെറിയ ടൈം ഫ്രെയിമിൽ ഒരുപാട് ഇംബാലൻസുകൾ കാണും. മാക്സിമം വലിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ഇതിന് വേറെ, ഇപ്പം ഞാനിത് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതിന് വേറെ കൺസെപ്റ്റ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇംബാലൻസുകൾക്ക് നല്ല റോൾ ഉണ്ട് എന്നുള്ള ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇല്ലേ? അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അത് വർക്ക്, എല്ലാ ഇംബാലൻസുകളും വർക്കാവില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഇനി ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞത്. 2 ട്രേഡ് ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ട്രേഡ് ഞാൻ പിക്ക് ചെയ്യാം. ഹമീദിന്റെ പിക്ക് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് സെയിം സംഭവം തന്നെയാണ് ഹമീദ് ഇപ്പൊ പറഞ്ഞ പോലെ. 1, 2, 3 കണ്ടോ? എന്താണ് 1, 2, 3 വന്നോ? 3 വന്നു. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്, ഒരു ഇംബാലൻസും കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഞാനതാ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഏരിയ എപ്പോഴും ശ്രദ്ധിക്കുക. മൾട്ടിപ്പിൾ 2 തവണ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൂന്നാമത്തെ ഒരു തവണ അവിടെ വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കാം. 3ാമത്തെ തവണ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പക്ഷേ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലായിരിക്കും നമ്മൾ. ഇതും സംഭവിച്ചിരിക്കുന്നത് എന്താണ്, ഇത് പക്ഷെ ഇവിടുന്ന് ഡയറക്റ്റ് താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നു അല്ലേ? താഴോട്ടേക്ക് ഇറങ്ങി പോകുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ട്രേഡിനെ വേറെ ആൾ എടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ല, വേറെ ഒരാൾ എടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ തന്നെ അമീത് ഇട്ടപ്പോൾ തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. സക്സസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഒരാൾ. ആരെടുത്തത് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, നോക്കട്ടെ. ഞാൻ സക്സസ് ആയത് പിക്ക് ചെയ്യാത്തതാണ്. ഇനിയിപ്പോൾ ഫൈസൽ വയനാട്, ഫൈസൽ ഓക്കെ സക്സസ് ആണ്. എൻ്റെ അഖിൽ ചന്ദ്ര, ഇപ്പൊ ഈ അമീത് എടുത്ത ട്രേഡ് തന്നെയാണ്. അതിനാനും ഇതേ സെയിം സംഭവം തന്നെയാണ്. ഓർക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? അതിനാലിത് ഇന്നലെ പറഞ്ഞതാണ്, എന്നിട്ടുമാണ് എടുക്കുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു ലോസ് ഇത്രയേ ഉള്ളൂ. ഇത് പക്ഷെ കുറച്ചും കൂടി അത്യാവശ്യമായിട്ട് സക്സസ് കാണുന്നുണ്ട്. കുറച്ചും കൂടി ഇന്നലത്തേക്കാളും കുറച്ചും കൂടി കൂടുതൽ ആൾക്കാർക്ക് സക്സസ് കാണുന്നുണ്ട്. എനിവേ, ഞാൻ ഇപ്പൊ സക്സസിനെ പിക്ക് ചെയ്ത് ജിതിൻ പറയും. എവിടെ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ഉണ്ടായല്ലോ ജിതിൻ എന്താ ഞാൻ നോക്കാതിരുന്ന കാര്യം? യെസ് ജിതിൻ, എന്തായിരിക്കും ഇതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിലും 2 ഇംബാലൻസ് ഉണ്ടായി. അതിൽ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ അതൊരു ഭയങ്കര പ്രൈസ് ആക്ഷൻ സംഭവിച്ചൊരു ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോണത്. സോറി, നോക്കട്ടെ കേട്ടോ. ഇതൊന്ന് ഞാനിപ്പോ ഇവിടെ പറഞ്ഞൊരു കാര്യമായിരുന്നു. ഏതില് നമ്മുടെ വീണ്ടും അങ്ങനെ പോണ്. ഇതിന് കോപ്പി ചെയ്യാൻ പറ്റണില്ല ഇതേ. ഓക്കെ, ഇതിപ്പോ ഇന്നലെ നമ്മൾ പറഞ്ഞൊരു ഏരിയ ആണത്, പറഞ്ഞൊരു സംഭവമാണത്. കാണുന്നുണ്ടോ? ഇതില് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സപ്പോർട്ട് എടുത്ത ഏരിയ നോക്കാം നമ്മൾ. ഇത് പക്ഷെ ഹയർ ടൈം ഫ്രെയിമിൽ റീഡ് ചെയ്യണം. ഹയർ ടൈം ഫ്രെയിമിൽ റീഡ് ചെയ്യണം. ആ ഇംബാലൻസ് ഉണ്ട് മുന്നേ എന്നല്ല. ഞാനിതിപ്പോ ഈ ഇന്നിപ്പോ ഞാൻ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോൾഡിൽ ഈ ഒരു സംഭവം വെച്ചിട്ട് എനിക്ക് ഇവിടുന്ന് പറഞ്ഞാൽ കിട്ടി. ഇത് ആക്ച്വലി ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു പാറ്റേൺ ഞാനിപ്പോ ഇതിൽ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു പാറ്റേൺ വന്നു കഴിഞ്ഞിട്ട് ഇതൊരു ഡീപ്പ് പുൾ ബാക്ക് ആയിരുന്നു. ഈ നേരത്തെ പറഞ്ഞ ലെഗ് ഡീപ്പ് പുൾ ബാക്ക് ആയിരുന്നു. പിന്നെ ബിൽഡ് ചെയ്ത് ഇന്റേണൽ ബിൽഡ് ചെയ്ത് കയറി പോയായിരുന്നു. കയറി പോയിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന
ഏതൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കുന്ന ഇംബാലൻസിനൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഇംബാലൻസിനെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്, ലോ എടുത്തിട്ടുണ്ട്. വീണ്ടും നോക്കിയാൽ കാണാം ഇവിടെ റെസ്പെക്ട് ചെയ്തിട്ട് വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ടായിട്ടുള്ള ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ടൈം ഫ്രെയിമിലാണ് എടുത്തിരിക്കുന്നത് ജിതി? 15. ആക്ച്വലി ഇതൊരു അപ് ട്രെൻഡ് എൻട്രി ആയിരുന്നു അത്. അപ് ട്രെൻഡ് എൻട്രി ആയിരുന്നു അത്. ഇവിടെ നോക്കിയാൽ മതി, ഞാൻ പറയാതെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. കാരണം വെച്ചാൽ വലിയ ടൈം ഫ്രെയിമിൽ എടുക്കുന്ന സമയത്ത് എന്തായാലും നോക്കണം, രണ്ട് ഇതിലേക്ക് മറിച്ച് നോക്കണം, രണ്ട് സൈഡിലേക്ക് തിരിച്ച് മറിച്ച് നോക്കണം. ഒരു അപ് ട്രെൻഡ് എൻട്രി ആയിരുന്നു അത്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ഇത്രയും വലിയ സ്റ്റോപ്പ് ലോസ്, ഇത് തന്നെ വലിയൊരു കാര്യം. ഞാൻ ഇവിടെ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെന്ന്, പക്ഷെ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു ഏരിയ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ ഇത് ഒരു അപ് ട്രെൻഡ് എൻട്രി ആയിരുന്നു. അത് നോക്കിയാൽ കാണാം. ഞാനിപ്പോ എനിക്ക് ഇതിൽ സ്പേസ് ഇല്ല കാണിച്ചു തരാൻ, കാണിച്ചു തരാൻ പറ്റില്ല. ഒന്ന് നോക്കിയാൽ ജിതി തന്നെ നോക്കിയാൽ കാണാം, അതൊരു അപ് ട്രെൻഡ് എൻട്രി ആയിരുന്നു. പക്ഷെ അത്രയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അതെ ഓയിലും കയറി പോകണ്ടല്ലോ. അപ്പൊ ഗോൾഡ് വീണ്ടും മുകളിലേക്ക് കയറിയാ നോക്കിയേ. ഞാനൊരു എൻട്രി നോക്കിക്കൊണ്ടിരിക്കാം. കണ്ട, നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഇവിടുന്ന് ഇത് ക്ലോസ് ചെയ്തിട്ട് മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞില്ലേ, അതാണ് പ്രശ്നം. എന്റെ വർക്കായി എടുത്തോ നീ? ഹംബർക്കായി പറച്ചിലൊക്കെ ഉണ്ട്, പറച്ചിലൊക്കെ ഭയങ്കര പറച്ചില്ല. ശ്രദ്ധിച്ചില്ലേ? അവിടെ എടുക്കട്ടെ, എന്തായാലും ക്ലാസ് എടുക്കല്ലേ. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ മുകളിലേക്ക് ആണെങ്കിൽ നമുക്ക് വേറൊരു എൻട്രി ആണ്, ഇതിന് താഴത്തേക്കാണെങ്കിൽ എൻട്രി എന്നുള്ളത്. ഇത് ക്ലോസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇത് ക്ലോസിങ് നടന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പരിപാടി നമുക്കിപ്പോൾ വൈകേണ്ട ഉണ്ട്. പക്ഷെ ഒന്ന് താഴത്തേക്ക് ഇറങ്ങണം, താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് കുറച്ച് നേരം അവിടെ കളിക്കട്ടെ, എന്നിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയാണ് SL അടുത്ത്. ജിതിനൊന്ന് നോക്കുക കേട്ടോ. പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ഇംബാലൻസിൽ നിന്നാണ് പോയത്. അത് ഹയർ ടൈം ഫ്രെയിമിൽ ഇംബാലൻസിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ ടൈം ഫ്രെയിമിലെ മറ്റൊരു ഏരിയയിലേക്ക് പോകണം മാർക്കറ്റ് ആക്ച്വലി കേട്ടോ. അതൊന്ന് നോക്കുക കേട്ടോ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയില്ലേ, കാരണം സമയം കുറച്ച് കൂടുതൽ എടുത്തുകൊണ്ടാണ് ഞാൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ SL എടുക്കുന്നത്. ഞാനിപ്പോ എന്തൊന്നും ഫെയിലിയേഴ്സിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ എന്നും സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഫെയിലിയേഴ്സിനാണ് നമ്മളെപ്പോഴും മുൻതൂക്കം കൊടുക്കുന്നത്. ഇന്നിപ്പോ പ്രോഫിറ്റ് കിട്ടിയ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ.